മറ്റൊരു റിപ്പോർട്ടിലേക്ക്. എറണാകുളം പുത്തൻകുരിശിൽ നായക്കുട്ടിയോട് ക്രൂരത. കെമിക്കൽ ലായനി മുഖത്തൊഴിച്ചതോടെ നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റു. പുത്തൻകുരിശ് സ്വദേശി നയനയുടെ വളർത്തു നായയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. അയൽവാസികൾക്ക് പങ്കുണ്ടോ എന്നാണ് സംശയം. പുത്തൻകുരിശിൽ നിന്ന് സെയ്ഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുത്തൻകുരിശ് മോനിപ്പള്ളിയിലെ നയനമോള് 2 മക്കളാണ് അവർക്കുള്ളത്. 3ാമത്തെ ഒരു കുട്ടിയായിട്ടാണ് ഈ പൂപ്പിയെ വളർത്തുന്നത്. 2 മാസം മുമ്പാണ് പൂപ്പിയെ വാങ്ങിയത്. ആ 2 മാസമായി നയനയുടെ മക്കൾക്കൊപ്പം വളർന്ന നയനയുടെ 3ാമത്തെ കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതെന്നാണ് ഈ സംഭവം ഉണ്ടായത്? തിങ്കളാഴ്ചയാണ് ഉണ്ടായത്. കുട്ടികളെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ്. അവരെ സ്കൂളിൽ വിട്ടിരുന്നു. സ്കൂളിൽ നിന്ന് മിസ് വിളിച്ചു, വയറിന് സുഖമില്ലാന്നും പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ അവരെ മോനെ ട്രിപ്പിട്ട് കിടത്തി. അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം ഒരു 4:45-5 മണി വരെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ അടുത്തൊരു കമ്പനിയിലാണ് പോകുന്നത്, ഓലാം കമ്പനിയിൽ. പോയപ്പോൾ ഇവിടെ പട്ടിക്കുഞ്ഞിനെ കൂട്ടിലാക്കി പൂട്ടിയിട്ടിട്ടുണ്ട്. ഗേറ്റും പൂട്ടിയിട്ടാണ് പോയെന്ന് അമ്മ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ സേഫാണ്. കാരണം ഇവൻ ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്, കടിക്കാൻ വന്നു എന്നുള്ളതുകൊണ്ട് ഇനി പോസ്റ്റ്മാനോ ആരെങ്കിലും കയറി വരുമ്പോൾ തുറന്ന് ഇറങ്ങി പോകരുത്. പോയാലും നമുക്കല്ലേ നഷ്ടം. അതുകൊണ്ടാണ് ഇവനെ സേഫാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ അത് ഒട്ടും സേഫ് ആയിരുന്നില്ല. തുറന്നിടുകയായിരുന്നെങ്കിൽ അവൻ എങ്ങനെയും ഓടി രക്ഷപ്പെട്ടേനെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കണ്ടപ്പോൾ ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. കണ്ണിലും മൂക്കിലും ഒക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ച ഒരവസ്ഥയായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? അനിമൽ അറ്റാക്ക് എന്തെങ്കിലും ആണോ, വല്ല പാമ്പ് വിഷം ചീറ്റിയതാണോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതെന്തേലും ഇതൊന്നുമല്ല, അനിമലൊന്നുമല്ല, ഇതെന്തോ കെമിക്കൽ അറ്റാക്കാണ്. അത് ഒന്നെങ്കിൽ ഒഴിക്കോ സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ബലൂണിലാക്കി കടിക്കാൻ കൊടുത്തതോ. കിട്ടിയാൽ കടിക്കുമല്ലോ, കുഞ്ഞു പപ്പിയല്ലേ, അവൻ എന്ത് കിട്ടിയാലും ഇങ്ങനെ കടിച്ചു പൊട്ടിക്കും. അപ്പം അങ്ങനെ ചെയ്തതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. കെമിക്കൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവും, കടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും. കുഞ്ഞുങ്ങൾക്കൊപ്പം വളർത്തിയതല്ലേ? കുഞ്ഞുങ്ങൾക്കൊപ്പമല്ല, കുഞ്ഞായിട്ട് വളർത്തിയതല്ലേ, മോനായിട്ട് വളർത്തിയതല്ലേ. എൻ്റെ മോനെ പോലെ ഞാനും വളർത്തിയതാ. ഇവനെ കിട്ടിയപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു പട്ടീനെ കൊണ്ടുവരുമ്പോൾ മക്കളെ പോലെ നോക്കണമെന്നൊന്നും ആരും വിചാരിക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർക്കും. പക്ഷെ ഇവന്റെ കളിയും ചിരിയും കുഞ്ഞാ മുഖവും കളിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ആ കൂടെ കൂടി. പിന്നെ എന്താ പറയാ, മക്കളിൽ ഒരാളായിട്ട് വളർത്തി ഇപ്പൊ ഇങ്ങനെ വന്നു. അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ ഓടിക്കളിച്ചു കിടക്കുന്ന വീഡിയോയും പഴയതൊക്കെ ഇപ്പൊ TV-യിലാണെങ്കിലും ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ കുഞ്ഞായി വളർത്തിയ ഒരു നായ്ക്കുട്ടിയാണ്. വളരെ കുഞ്ഞൊരു നായ്ക്കുട്ടിയാണ്. ഇത്രയും ചെറിയൊരു കുഞ്ഞു നായ്ക്കുട്ടിയോടൊക്കെ തിരിച്ച് എന്തെങ്കിലും കടിക്കാൻ പോലും ഉള്ള ഒരു പ്രായമായ ഒരു നായ്ക്കുട്ടിയല്ല. അതിനോടൊക്കെ എന്തിനാണ് ഇങ്ങനെ ക്രൂരതകൾ മനുഷ്യർ കാണിക്കുന്നതെന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. മനുഷ്യന്മാർ തമ്മിലുള്ള ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരു നായ്ക്കുട്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ, ഇല്ലെങ്കിൽ ഒരു മൃഗത്തെയോ ഒരു കുഞ്ഞുങ്ങളെയോ ഒക്കെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്.